ആ ചാനൽ ആ വാർത്തയിലൂടെ വൻ തോതിൽ, അതായത് അന്ന് റേറ്റിങ്ങിൽ മറ്റുള്ള ചാനലിനേക്കാൾ ദിവസങ്ങളോളം ആഴ്ചകളോളം ഞങ്ങൾ നമ്പർ 1 ആയിരുന്നു. ട്രിവാൻഡ്രം 19 TV ഉണ്ടായിരുന്നു. 19ലും മംഗളം ചാനലാണ് 24 മണിക്കൂർ. പ്രസ് ക്ലബിൽ ഫസ്റ്റ് വാർത്ത എന്നെ വിളിച്ച് അവർ ആർപ്പുവിളിയോടുകൂടിയാണ് എടുത്തു പൊക്കിയത്, പ്രസ് ക്ലബിലെ മൊത്തം പത്രക്കാർ. ആ ഒരു തരത്തിൽ വന്ന വാർത്ത. അതിനുശേഷം സ്വാഭാവികമായി മറ്റു ചാനലുകളും പത്രക്കാരും എല്ലാം കൂടെ എല്ലാവരും വളരെയേറെ പേർ ഒരുമിച്ച് നിൽക്കുകയും ആ ചാനലിനെ തകർക്കുകയും ചെയ്തു. അതിൻ്റെ ബുദ്ധിമുട്ട്, ആ അപജയം ഇന്നും പത്രസമൂഹം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അന്ന് ഞങ്ങളെ കുതുകാൽ വെട്ടിയവർ, അന്ന് ഞങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയവർ, അന്ന് ഞങ്ങളെ തകർത്തെറിഞ്ഞവർ ഇന്ന് ഭയന്നാണ് പത്രപ്രവർത്തനം നടത്തുന്നത്. അന്തസ്സോടെ ഈ പത്രപ്രവർത്തന രംഗത്തിൻ്റെ അന്തസ്സ് തകർന്നു. ഇത് തലയുയർത്തി നിൽക്കാൻ വയ്യാത്ത സ്ഥിതിയായി. മാധ്യമപ്രവർത്തകർ, പത്രപ്രവർത്തകർ മൊത്തം ഭയന്നാണ് ജീവിക്കുന്നത്. ഒരു നല്ല വാർത്ത കൊടുക്കാൻ പോലും നട്ടലില്ലാത്ത സമൂഹമായി കേരളത്തിലെ മാധ്യമപ്രവർത്തകർ മാറി. അതിൻ്റെ കാരണം ആ കുതുകാൽവെട്ടാണ്. ആ കുതുകാലുവെട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് 2-3 കാര്യമുണ്ട്. മന്ത്രി ശശീന്ദ്രൻ്റെ രാജി, ഇപ്പോൾ പറഞ്ഞു മംഗളത്തിലെ ആദ്യത്തെ ബ്രേക്കിംഗ് മൺസ് 3-ാം മണിക്കൂറിൽ മന്ത്രി ശശീന്ദ്രൻ രാജിവെക്കുന്നു. അത് അന്നത്തെ ചർച്ചകളിലൊക്കെ താങ്കൾ വന്ന് പറഞ്ഞത് എനിക്ക് ഓർക്കുന്നത് അതൊരു ഹണി ട്രാപ്പാണ് അല്ലേ? പിന്നീട് പറയുന്ന ഒരു സിംഗ് ഓപ്പറേഷനാണ്. സിംഗ് ഓപ്പറേഷൻ അങ്ങനെ 2-3 തട്ടിൽ അങ്ങനെ മാറ്റിയും മറിച്ചും പറഞ്ഞിരുന്നു. അതായത് ഹണി ട്രാപ്പ് ആയിരുന്നില്ല. ഒന്ന്, അതിലേക്ക് വരാം. ഞാൻ ആദ്യമായിട്ടാണ് ആ വിവരം വെളിപ്പെടുത്താൻ പോകുന്നത്. ഒരു പെൺകുട്ടിയോട് മോശമായി സംസാരിച്ചു, അവൾക്ക് പരാതിയുണ്ടായി. അവൾ ജേർണലിസ്റ്റായിരുന്നു. അവളുടെ ഭർത്താവ് അന്ന് ഇൻഫർമേഷൻ ഓഫീസറാണ് PRDയിൽ. അങ്ങനെയാണ് ആ കുട്ടിയെ എടുക്കുന്നത്. അവളോട് സംസാരിച്ചത് മോശമായി, അവൾ റെക്കോർഡ് ചെയ്തു, നമ്മുടെ ബ്യൂറോ ചീഫിനെ കാണിച്ചു. എൻ്റെ മുമ്പിൽ വരുന്നില്ല പ്രശ്നം. അതിനകത്തൊരു വാർത്തയുണ്ടെന്ന് മനസ്സിലായി. ആദ്യം പരാതി പറഞ്ഞപ്പോൾ അത് ഇഗ്നോർ ചെയ്തു. അത് പരാതിയൊന്നും നടക്കില്ല, തെളിവില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അത് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് വാർത്തയുണ്ടെന്ന് മനസ്സിലായി. ആ വാർത്തയാണ് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. ആ വാർത്ത കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ് വലിയ സംഭവം ഉണ്ടായി. എന്നോടന്ന് പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന നാരായണൻ, ഭാസുരേന്ദ്ര ബാബു, പത്രം എന്ന വാരികയുടെ എഡിറ്റർ S. ചന്ദ്രമോഹൻ, ഈ വാർത്ത സംവിധാനം ചെയ്ത S. നാരായണൻ, ഇത്രയും പേര് ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ അന്ന് നാരായണൻ, ഈ പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറി നാരായണൻ പറഞ്ഞൊരു നിർദ്ദേശമാണ്, ഭാസുരേന്ദ്ര ബാബു പറഞ്ഞൊരു നിർദ്ദേശമാണ്, ഇതൊരു ഖേദം പ്രകടിപ്പിച്ചാൽ ഈ പ്രശ്നം തീരും. അന്നൊരു ചാനലിനെ കടുത്ത് ഞെരിച്ച് കൊല്ലുമോ എന്നൊരു ഭയം എനിക്കുണ്ടായിരുന്നു. ഈ ചാനലിനെ മറ്റുള്ള പത്രങ്ങളും ചാനലുകളും വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, പോലീസ് ആക്ഷൻ എടുക്കുന്നതിലേക്ക് വരുന്നു, ഗവൺമെൻറ്റും മാർക്സിസ്റ്റ് പാർട്ടിയും എതിരായിട്ട് നിൽക്കുന്നു. അപ്പോൾ ചാനലിനെ എങ്ങനെയും രക്ഷപ്പെടുത്തണം. അപ്പോഴാണ് ഇത് ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ ആയിരുന്നുവെന്നും ഈ തരത്തിൽ ഖേദം ഇങ്ങനൊരു ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരും എന്ന് ഭാസുരേന്ദ്ര ബാബു ഈ നാരായണനും, പത്രപ്രവർത്തക ജനറൽ സെക്രട്ടറി നാരായണനും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നത്. അത് എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വിഡ്ഢിത്തമാണ്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇത്രയും പേർ പറഞ്ഞപ്പോൾ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. ആ ഖേദം പ്രകടിപ്പിച്ചപ്പോൾ അതിനെ ഒരു കുറ്റസമ്മതമായി എടുത്തുകൊണ്ട് ഗവൺമെൻറ് ആക്ഷനിലേക്ക് പോയി. അന്ന് ആക്ഷനിലേക്ക് പോകത്തില്ല. ഈ പത്രസമൂഹം അന്ന് എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടുത്തെ പത്രക്കാർ വിളിച്ചു ചോദിച്ചത്. അതുകൊണ്ടെന്താ, അതിനുശേഷം ഇന്ന് പത്രപ്രവർത്തകൻ്റെ വില എവിടെയാണ്? ഞാൻ തിരുവനന്തപുരത്ത് 40 വർഷം തിരുവനന്തപുരത്ത് പത്രപ്രവർത്തകനായിരുന്നു. നമ്മൾ റോഡിയെ നടന്നുകൊണ്ട് പോകുമ്പോൾ നയനാർ മുഖ്യമന്ത്രി വണ്ടി നിർത്തിയിട്ട് ചോദിക്കും, നീ എവിടാടാ പോകുന്നതെന്ന്. കെ കരുണാകരൻ ചോദിക്കും, ഇങ്ങോട്ട് കയറാൻ പറയും. ഇന്ന് പത്രക്കാരന് അന്തസ്സുണ്ടോ? ഈ സെക്രട്ടേറിയറ്റിൽ കയറാൻ പറ്റുന്നുണ്ടോ? എന്ത് പുച്ഛമാണ് രാഷ്ട്രീയക്കാർക്കും ഭരണാധികാരികൾക്കും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.